ഈസ്റ്റർ ആയല്ലേ? ഈസ്റ്ററിന് കുപ്പി പൊട്ടിക്കുന്നവരാണോ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങളുടെ വീട്ടിലൊരു വളർത്തുനായ ഉണ്ടെന്നിരിക്കുക. നിങ്ങളെ വളർത്തുനായെ നന്നായി സോപ്പിട്ടൊക്കെ കുളിപ്പിച്ച് തോർത്തി വിട്ടു. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ വില കൂടിയ വസ്ത്രം കളഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വളർത്തുനായ ചെളിയിൽ കിടന്ന് ഉരുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരികയാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും നിങ്ങളുടെ മനോഭാവം? മനസ്സിലായില്ല? അതായത് 50 ദിവസം നോമ്പെടുത്ത് പല ദുശീലങ്ങളും വേണ്ടെന്ന് വെച്ച് ആത്മീയ കുളിയായ കുംഭസാരം കഴിഞ്ഞ് പെസഹ കുർബാന കഴിഞ്ഞ് മരണാനന്തര ജീവിതമുണ്ടെന്ന് ഉറപ്പു തരുന്ന പ്രത്യാശയുടെ ഈ ഉയർപ്പ് തിരുനാളിൽ നിങ്ങൾ അല്പകാലത്തേക്കെങ്കിലും വേണ്ടെന്ന് വെച്ച പഴയ ദുശീലത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ വചനം പറയാണ്, കുളിച്ച പന്നി വീണ്ടും ചെളിയിൽ കിടന്നുരുന്നത് പോലെ, അല്ലെങ്കിൽ ഛർദ്ദിച്ചത് നായ വീണ്ടും ഭക്ഷിക്കുന്നത് പോലെ എന്ന പഴമൊഴി അല്പകാലത്തേക്കെങ്കിലും ലോകത്തിന്റെ മാലിന്യം രക്ഷപ്പെട്ട് വീണ്ടും അതിൽ കുരുങ്ങി പോകുന്നവർക്കുള്ളതാണ്. വചനം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 2 പത്രോസ് 2:22 എല്ലാം 2ആണ്. അപ്പൊ 2 അടിക്കുന്നവർ ഇതൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഞാൻ വിചാരിക്കാറുണ്ട്, ഭൂരിഭാഗം ക്രൈസ്തവരല്ല. കാരണം അവർ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെന്ന് ഇന്നും വിശ്വസിക്കുന്നില്ല. എങ്ങനെയാണെന്നല്ലേ പറയാം. അതായത് ഒരാൾ വിദേശത്തേക്ക്, താൻ കണ്ടിട്ടില്ലാത്ത രാജ്യത്തേക്ക് വിസയ്ക്കായി അപേക്ഷിച്ച് അവരുടെ എംബസിയിൽ പോയി എന്തുമാത്രം അച്ചടക്കത്തോടെയും ഒരുക്കത്തോടെയും ആയിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് സ്വർഗരാജ്യത്തിലെ പൗരത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിശ്വാസിയും. അങ്ങനെ കാത്തിരിക്കാത്തവർ ശരിക്കും യേശു ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ബലഹീനതയെ ബലമാകാൻ മരണത്തെ തോൽപ്പിച്ചവനിൽ ആശ്രയിക്കാം. ഈസ്റ്ററിന്റെ എല്ലാവിധ ആശംസകളും.